പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പാമ്പ് ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കപ്പോഴും പാമ്പുകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കയറി വരുന്നു, നമ്മളെ പേടിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പം നമ്മൾ ഈ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ പാമ്പിനെ കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതിനെ തല്ലിക്കൊല്ലാൻ നോക്കുകയും എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ ചാടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിപ്പം പണ്ട് കാലത്തൊക്കെ കൂടുതൽ ചേര എന്നുള്ള പാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം ഏറ്റവും കട്ടി കൂടിയ മൂർക്കനെ, അണലി അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ ഈ ചെറിയ പാമ്പാന്ന് കരുതി തല്ലിക്കൊല്ലാനൊക്കെ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഇത് അപകടകരമായിട്ട് നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്നാമത് ഈ സമയത്ത് വിഷപ്പാമ്പുകളുടെയൊക്കെ ഇണചേരൽ സമയം കൂടെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവും കാര്യങ്ങളും, അതുപോലെ ഈ പാമ്പിനെ പിടിക്കുന്നത് നല്ല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ സേവനം തേടിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അപകടത്തിൽപ്പെടും. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിൽ താമസിക്കുന്ന, കൊടിഞ്ഞൂരിൽ താമസിക്കുന്ന സുമോൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഈ ഇതിന്റെയൊക്കെ പരിശീലനം കിട്ടിയ ആളാണ്. അപ്പൊ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ ഇപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് പാമ്പുകളുടെ ശല്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷപ്പാമ്പുകളാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു പാമ്പ് ഇതുപോലെ ചെറിയ പാമ്പാണെന്നും പറഞ്ഞ് നമ്മൾ കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അത് നോക്കി കഴിഞ്ഞപ്പോഴാണ് മൂർഖനാണ് കണ്ടത്. അത് നമ്മൾ പേടിച്ചു പോയി പെട്ടെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ വിഷപ്പാമ്പുകളുടെ ഇണചേരൽക്കാലാണെന്ന് ഇങ്ങനെ അറിയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ ഇണചേരൽ കാലഘട്ടം. അതായത് ഈ വെനമസായിട്ടുള്ള ജീവികളുടെ, നമ്മുടെ ഇവിടെ വെനമസായിട്ടുള്ളത് 4 എണ്ണമാണ്. നമുക്കിവിടെ മനുഷ്യന് ദോഷകരമായിട്ടുള്ളത് മൂർഖൻ, അണലി, രാജവെമ്പാല നമ്മുടെ ഇവിടെ ഇല്ല, ശംഖുവരൻ, ഈ ചേനത്തണ്ണൻ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ മൂർഖനും മറ്റേ അണലി എന്ന് പറയുന്ന വിഷപ്പാമ്പ്. ഈ 2-3 എണ്ണമേ ഉള്ളൂ നമ്മുടെ ഇവിടെ അത്ര ഡേഞ്ചറായി. പിന്നെ ശംഖുവരൻ എന്ന് പറയുന്ന സാധനം വളരെ റയറാണ്. എങ്കിലും നമ്മൾ ഇവിടുന്ന് മീനട ഭാഗത്തൊന്നും പുതുപ്പള്ളി നിന്നൊക്കെ എനിക്കൊരു 3 എണ്ണത്തിന് വരെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ. അത്ര റയറായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ മൂർഖനാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഏരിയ കാണുന്നത്. പിന്നെ ഇച്ചിരിയും കൂടെ മനുഷ്യന് ഭീഷണിയായിട്ട് വരുന്നുണ്ട് പെരുമ്പാമ്പ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ഈ കൈതാപ്പാലം ഭാഗത്തു നിന്നൊക്കെ ഒരു കഴിഞ്ഞ ആഴ്ചയിലും പിടിച്ചൊരു 10-15 കിലോ ഉള്ള സൈസുള്ള പിടിച്ചിരുന്നു. അതുപോലെ നമ്മുടെ കൈതാപ്പാലത്തിന് 35-40 കിലോ വരെ ഉള്ളതും SC പോലെ. അതായത് ഇവൻ രാത്രി സഞ്ചാരിയാണ്, കൂടുതലും രാത്രി കാലങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്നത് പെരുമ്പാമ്പ്. അപ്പം ഇങ്ങനെ ഇവന്റെ റൂട്ട് വെള്ളത്തിലൊഴുകി വന്നായിരിക്കും. പിന്നെ അതിന്റെ ആവാസവ്യവസ്ഥ തപ്പി ഇവൻ നിരന്തരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും വെട്ടത്തുവല അപ്പുറം SC കാല ഭാഗത്തുമൊക്കെ രാത്രി കണ്ടിരുന്നു. അവസാനം നമ്മുടെ SC കാലിക്ക് തൊട്ടിപ്പുറത്ത് വെച്ച് വലിയൊരു മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ടിന്റെ അവിടെ ഇവന് രക്ഷപ്പെടാൻ മേലാതായി. അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ പോയി റെസ്ക്യൂ ചെയ്തു. ഇപ്പൊ നമ്മുടെ കൂടുതൽ പിടിച്ചിരിക്കുന്ന മൂർഖനാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കൂടുതൽ ഒരു ഭീഷണിയായിട്ട് വന്നിരിക്കുന്ന മൂർഖൻ പാമ്പ്. അപ്പൊ ഇതിന് നിങ്ങളുടെ ഈ സംഘടന ഇതെങ്ങനെ പിടിക്കാനുള്ള സർക്കാരിന്റെ കാര്യങ്ങൾ? സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സർപ്പ എന്ന് പറഞ്ഞ ഒരു വിങ് ആണ്. ആ സർപ്പയുടെ രീതിയിൽ ഞങ്ങൾക്ക് പരിശീലനം തന്നിട്ട് ഞങ്ങൾക്ക് ആ ലൈസൻസും കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാമ്പിനെ പെട്ടെന്ന് കണ്ട് അതിനെ തല്ലിക്കൊല്ലാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ അപകടത്തിൽപ്പെടുന്നില്ല ഒരുപാട്. അതെ, അത് പൊതുജനങ്ങൾക്ക് ഒരു അറിവില്ലായ്മയാണ്. ഇതൊക്കെ ഈ പറഞ്ഞ ജീവികളെല്ലാം വന്യജീവിയിൽ ഷെഡ്യൂൾഡ് 1-ൽ പെടുന്ന ജീവികൾ നമ്മൾ മാറ്റി അങ്ങനെ അവരെ തരം തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഷെഡ്യൂൾഡ് 1-ൽ പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാമ്പ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അണലിയും പെരുമ്പാമ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പാറ്റേൺ കളറിനൊക്കെ സെയിം ആണ്, പാറ്റേണിനകത്ത് വ്യത്യാസമുണ്ട്. അത് സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്കും പരിചയമുള്ളവർക്കും മാത്രമേ ചിലപ്പം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ, ആലപ്പുഴയോട് ചേർന്ന് കിടന്ന ഭാഗങ്ങളിൽ 3 പേര് ഇതിനെ അറിയാതെ കൈകാര്യം ചെയ്ത് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗത്തിൽ കൂടിയാണ് പൊതുജനങ്ങൾ കഴിവതും ഇതിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി അങ്ങനെയാണ് ഈ നിയമം കൂടെ ഷെഡ്യൂൾഡ് 1-ൽ ഇതിനെ, അതായത് നമ്മുടെ നീർക്കോലി വരെ ഷെഡ്യൂൾഡ് 1-ലാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പൊ അത് പൊതുജനത്തെ അറിയാതെ അബദ്ധത്തിൽ പെടാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോകും. നമുക്കൊന്നും നിയമപാലകർ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒത്തിരി വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. നമ്മളിപ്പോ നാട്ടുമൃഗങ്ങളൊക്കെ പാമ്പുകളെയൊക്കെ നമ്മളിപ്പോ എന്താ പിടിച്ചോണ്ട് പോയിട്ട് നമ്മൾ ചെയ്യുന്നത്? അത് നമ്മൾ ഫോറസ്റ്റിന്റെ ഉൾക്കാടുകളിൽ അതിനെ അഴിച്ചു വിടുക ചെയ്യുന്നത്. അതെ.
ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പം ഒരുപാട് ഇപ്പം നമ്മളിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കമന്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേനെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ മരപ്പെട്ടിയെ പിടിച്ചപ്പോഴത്തേന് ഒരാൾ ചോദിച്ചു, കമന്റായിട്ട് ചോദിക്കും, നിങ്ങൾ ഇതിനെ ഇപ്പോൾ നിങ്ങൾ പിടിച്ചോണ്ട് പോകുന്നവർ തന്നെ ഇതിനെ റെഡിയാക്കി കഴിക്കുവാണോ അതോ ഇതിനെ കാട്ടിക്കൊണ്ട് വിടുന്നുണ്ടോ? ഇതൊക്കെ പറ്റി അവർക്കൊരു പൊതുജനങ്ങൾ. മരപ്പെട്ടി എന്ന് പറഞ്ഞ ജീവി ഞങ്ങളുടെ റേഞ്ചിൽ പെടുന്ന അല്ലെങ്കിൽ പോലും മരപ്പെട്ടി എന്ന് പറഞ്ഞ സാധനം കാട്ടിൽ ജീവിക്കുന്ന ജീവിയല്ല. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കുന്നതാണ്. അതിനെ കാട്ടിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അത് അതിജീവിക്കത്തില്ല. ഞങ്ങൾ ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ റെസ്ക്യൂ ചെയ്യുന്നയാളുടെ സുരക്ഷയും പൊതുജനത്തിന്റെ സുരക്ഷയും ആ പിടിക്കുന്ന ജീവിയുടെ സുരക്ഷയും അങ്ങനെ 3 ജീവനെ ഞങ്ങൾക്ക് വാല്യൂ കൊടുത്തോണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ജീവിയുടെ ഒരു സുരക്ഷയും കൂടെ നോക്കണമല്ലോ. അതെ അതെ, ഇത് പൊതുജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞതിനുള്ള ശരിക്കുള്ള അറിവില്ല. അതുകൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് ഈ പൊതുജനങ്ങൾ പലപ്പോഴും അബദ്ധത്തിൽപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് ഒരു വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുജനങ്ങൾക്ക്? അതാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർപ്പ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിലുണ്ട്. ആ പ്ലേ സ്റ്റോറിന് SARPA സർപ്പ എന്ന് പറഞ്ഞ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുഗമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ നിന്ന് നിങ്ങൾ ആ സർപ്പ ആപ്പ് വഴി ഏത് ലൊക്കേഷനിൽ നിന്നാലും ആ ലൊക്കേഷനുള്ള റെസ്ക്യൂവേഴ്സിന്റെ നമ്പർ കിട്ടും. അതുപോലെ തന്നെ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു ബൈറ്റ്, യാദൃശ്യമായിട്ടൊരു ബൈറ്റ് ഉണ്ടായെങ്കിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, നമ്മുടെ ഗോൾഡൻ അവറാണ് ആ ഒരു പാമ്പ് കടി ഏറ്റു വരുന്നുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയം എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ കിട്ടുക എന്നുള്ളതാണ്, ആന്റിവെനം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ ജനങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കയറും, അവിടുന്ന് പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെയാണ്. ഈ സർപ്പ ആപ്പ് വഴി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആന്റിവെനുള്ള ഹോസ്പിറ്റലിലെ നമ്പരും അതിനകത്ത് കിട്ടും. ആ നമ്പറിൽ നമുക്ക് വിളിച്ച ഡോക്ടറെ, അതായത് ആന്റിവെനെ ചെയ്യുന്ന ഡോക്ടർ അവിടെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താൻ സാധിക്കും. അതാണ് ഏറ്റവും. പിന്നെ ഏത് ലൊക്കേഷനിൽ നിന്ന് വിളിച്ചാൽ ആ ലൊക്കേഷനുള്ള റെസ്ക്യൂവേഴ്സിന്റെ നമ്പരും അതിനകത്ത്. തിരക്കിലായിരുന്നു ഹോസ്പിറ്റലിലെ വൈഫിന് എന്താ പറ്റി? അത് വൈഫിന്റെ ചെവിയുടെ ഡയഫ്രത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജിൽ നമുക്ക് ഓപ്പറേഷൻ പറഞ്ഞൊരു കേസായിരുന്നു. അത് നമ്മുടെ ഹോമിയോ കോളേജിൽ പോയി, കുറിച്ചി ഹോമിയോ കോളേജിൽ നിന്ന് അതിന് രക്ഷപ്പെട്ടു. 2 വർഷമായി. ആ ഡയഫ്രം തിരികെ വരികയും ചെയ്ത് കേൾവി ശക്തിയൊക്കെ തിരികെ കിട്ടി. മെഡിക്കൽ കോളേജ് പറഞ്ഞാണ് ഓപ്പറേഷൻ ഡേറ്റ് കുറിച്ചതാണ്. അതുവരെ ഞങ്ങൾ ഇത് പാരലായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷം അങ്ങോട്ട് പോയില്ല. അപ്പൊ ഈ ഹോമിയോയിൽ ഇങ്ങനെയുള്ള ഇതുണ്ടെന്നുള്ള അങ്ങനെ ആർക്കും പൊതുജനത്തിന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് കുറിച്ചി ഹോമിയോ കോളേജ് സെൻട്രൽ റിസർച്ച് സെന്റർ ഉണ്ടല്ലോ, അവിടെ സ്റ്റേറ്റിന്റെ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ട്. ആ റിസർച്ച് സെന്ററിലാണ് കൂടുതൽ ഇതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, അങ്ങനെ ഞാൻ പോയതാണ്. അപ്പൊ ഏതായാലും ഭേദമായി, ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഞങ്ങൾ മരുന്നാണ്. 2 വർഷമായിട്ട് കുഴപ്പമൊന്നുമില്ല. ശരിയാണ്. പോടാ അങ്ങോട്ട് മാറിക്കേ, പുറകോട്ട് പോടാ. അതിലിറങ്ങി പോക്കടാ, അതിലിറങ്ങി പോയി പിള്ളേരെ ഇറങ്ങി പോടാ, അതിലിറങ്ങി പോടാ. ഇല്ല നോക്കാനാ മൊത്തം നീറാണ് അവിടെ. മാറിക്കേ ഇങ്ങോട്ട് മാറി. മൊത്തം നീറാണോ? മൊത്തം നീറാണോടാ? നിറച്ച്